17 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുമ്പോൾ അതെല്ലാം ഒരു ഹിറ്റായി മാറിയ ഒരു ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോകുന്നത്. 2001 വൺമാൻ ഷോ പുറത്തിറങ്ങുന്നത്. തൊട്ടടുത്ത വർഷം അന്ന് ആ ഏറ്റവും വലിയ ഹിറ്റായ കല്യാണരാമൻ 2002 പുറത്തിറങ്ങുന്നു. തൊട്ടു പിന്നാലെ 2003 പുലിവാൽ കല്യാണം പുറത്തിറങ്ങുന്നു. ഒരു വർഷത്തെ ഇടവേള നൽകി 2004 ശേഷം 2025 തൊമ്മനും മക്കളും റിലീസാവുന്നു. ഈ കല്യാണരാമനും പുലിവാൽ കല്യാണവും ഒക്കെ എന്ത് പടമാണ്, നമുക്കൊരു ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രത്തോളം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുള്ള അത്രത്തോളം കുടുകിടെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന എല്ലാ സമ്മിശ്ര വികാരങ്ങളുള്ള ചിത്രമാണ്. അത് ഒരു വർഷത്തിടെ 2002 കല്യാണരാമൻ, 2003 പുലിവാൽ കല്യാണം വരുന്നു. അത്ര ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഇപ്പൊ 2005 തൊമ്മനും മക്കളും വരുന്നത്. അതിന്റെ തന്നെ തമിഴ് പതിപ്പ് വിക്രമനെയും അസിനെയും വെച്ചുകൊണ്ട് തമിഴിൽ മജ എന്ന പേരിൽ 2005 ചെയ്യുന്നു. പിന്നീട് ഒരു വർഷത്തെ ഗ്യാപ്പ് വരുന്നു. 2006 ശേഷം 2007 മമ്മൂട്ടി ഗോപിക കൂട്ടുകെട്ടിൽ ഒരു മായാവി എന്ന ചിത്രം പിറക്കുന്നു. അതേ വർഷം തന്നെ ചോക്ലേറ്റ് ഉണ്ടാവുന്നു. തൊട്ടടുത്ത വർഷം 2008 ലോലിപോപ്പ് വരുന്നു. 2009 ചട്ടമ്പിനാട്, 2010 മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, 2011 മേക്കപ്പ് മാൻ, അതേ വർഷം തന്നെ വെനീസിലെ വ്യാപാരി, 2012 101 വെഡിങ്സ്. അങ്ങനെ 2 ചിത്രങ്ങൾ, അത്രത്തോളം ഹിറ്റ് ചിത്രങ്ങൾ. ഒരു സംവിധായകനെ സംബന്ധിച്ച് ഒരു ചിത്രത്തിൽ നിന്ന് അടുത്ത ചിത്രത്തിലേക്ക് പോകാൻ നിശ്ചിത കാലയളവ് വേണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പക്ഷേ ആ ഒരു കഥയിലെ കഥാപാത്രങ്ങളും സിനിമയിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ കിടക്കുന്നുണ്ടാകാം. അതിനുള്ളൊരു കാലയളവ് എന്ന് പറയുന്ന ഒരു പക്ഷേ ഷാഫി വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു വർഷം തന്നെ അത്രത്തോളം ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ചൊരു സംവിധായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് 2015 ടു കൺട്രീസ് വരുന്നത്. 2012 ആ ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കല്യാണരാമന്റെയും വെനീസിലെ വ്യാപാരിയുടെയും ഒക്കെ ആ ഒരു സിനിമാ കാലഘട്ടം മാറുകയാണ്. പൊതുവെ മലയാള സിനിമയുടെ ഒരു സ്വഭാവം തന്നെ മാറുന്നത് 2018-20 അപ്പൊ ഈ മാറിയ സിനിമയിൽ ആ മാറ്റം കൊണ്ടുവന്നതും അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഷാഫി ചിത്രങ്ങൾ എടുത്തു തുടങ്ങിയിരുന്നു. ഒരു ടു കൺട്രീസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ചിത്രങ്ങളാണ്. ഒരു പുതിയ മലയാള സിനിമയുടെ സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിച്ച ചിത്രമാണ് ടു കൺട്രീസ്. ഒപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണൊക്കെയുള്ള ഹരീഷ് കടാരം, പ്രയാഗ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ടൊരു ഒരു പഴയ ബോംബ് കഥ എന്നുള്ള പേരിൽ ഒരു ചിത്രം എടുക്കുന്നു. അതും പ്രേക്ഷകർ സ്വീകരിച്ചൊരു ചിത്രമാണ്. പിന്നീട് ബിജു മേനോനെ വെച്ചുകൊണ്ട് ഷെർലക് ടോംസ് എന്നൊരു ചിത്രം 2017 എടുക്കുന്നു. 2018 ഷറഫുദ്ദീനൊക്കെ വിഷ്ണു ഉണ്ണികൃഷ്ണയൊക്കെ വെച്ചുകൊണ്ട് ചിൽഡ്രൻസ് പാർക്ക് എന്ന ചിത്രം എടുക്കുന്നു. അത് പൊതുവെ ഒരു വ്യത്യസ്തമായ ആശയം പറയുന്ന ഒരു ചിത്രമാണ്. പിന്നീട് 2022 അവസാന ചിത്രത്തിന് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് അത് ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ്. അതിപ്പോഴും OTT-യിലൊക്കെ വളരെ സജീവമായ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു ചിത്രം കൂടിയാണ് ആനന്ദം പരമാനന്ദം എന്നുള്ളത്. അങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ ഒരു അദ്ദേഹം ഒരു സംവിധാന രംഗത്ത് ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ ഈ ചിൽഡ്രൻസ് പാർക്കിനെയും ഒപ്പം ഈ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദത്തെയും ഒക്കെ പറയാൻ കഴിയും. അദ്ദേഹം ആദ്യഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്ന ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി അല്പം വ്യത്യസ്തമായി നിൽക്കുന്ന 2 ചിത്രങ്ങളാണത്. അങ്ങനെ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇത്രയധികം സിനിമകളെല്ലാം അത്രത്തോളം മികച്ച ചിത്രങ്ങളാണ് എന്ന് നമുക്ക് സംശയത്തിനിടയില്ലാതെ പറയാൻ കഴിയുന്ന ചിത്രങ്ങളാണ്. എന്നാലും അതിന്റെ എല്ലാം പിതാവാണ്, ചിത്രങ്ങളുടെ എല്ലാം ഹിറ്റ് മേക്കറാണ് ഇന്ന് 12:25 വിട പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആരോഗ്യവാനായി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഹിറ്റ് ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് പ്രാപ്തി ഉണ്ടായിരുന്ന, മലയാളി ആഗ്രഹിച്ചിരുന്ന, അദ്ദേഹത്തിലൂടെ ഇനിയും ചിത്രങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകൻ കൂടിയാണ് വിട പറഞ്ഞ് പോയിരിക്കുന്നത്. TM റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഷാഫി എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് റഷീദ് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാലത്തും മലയാളി അദ്ദേഹത്തെ ആ ഒരു പേരിൽ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MH റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് പിന്നീട് ഷാഫി എന്നുള്ള ആ 2 അക്ഷരങ്ങളിലേക്ക് അറിയപ്പെട്ടു തുടങ്ങിയതിനു ശേഷം ആ ഒരു യഥാർത്ഥ പേരാരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോ മലയാളിക്ക് ഒരു എന്നും ഒരിക്കലും മായാത്തൊരു പേരായി ഷാഫി എന്നുള്ള 2 അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. നാളെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുമൊക്കെ ബന്ധപ്പെട്ട് തീരുമാനമായിട്ടുണ്ട്. കലൂരിലാണ് നാളെ പൊതുദർശനം പറഞ്ഞിട്ടുണ്ട്. 9 മണി മുതൽ പൊതുദർശനം ഉണ്ടാകും. ഒപ്പം വൈകുന്നേരം 4 മണിയോടുകൂടി ഖബറടക്കം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏറെ ആഗ്രഹിച്ച് പണിതൊരു വീടാണ് എളമക്കരയിലുള്ളത്. അതൊരു ചെറിയ വീട്, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഓപ്പണായി പറയുന്നത്. ഒരു ചെറിയ വീട് വേണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്ക് വലിയ വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം വലിയൊരു വീട്, ആഡംബര വീട് തന്നെ വെക്കുന്നു. പക്ഷേ വളരെ അടുത്ത കാലത്ത് തന്നെ ആ വീട് വെക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വിട്ടുപോകുന്നു. അങ്ങനെ വൈകാരികമായ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ആ വീട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആ വീട്ടിൽ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പള്ളിയിൽ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാം നാളെയോടുകൂടി തന്നെ എല്ലാം പൂർത്തിയാകുന്ന രീതിയിലാണ് നിലവിലെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും മലയാളി മറക്കാത്തതെന്നല്ല, എന്നും ഓർമ്മിക്കുന്ന എത്ര കഥാപാത്രങ്ങളെയാണ് നമുക്ക് സമ്മാനിച്ചത്. ചട്ടമ്പി നാട്ടിലെ ദശമൂലം ദാബു, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, ധർമ്മേന്ദ്ര, കല്യാണരാമിലെ പ്യാരി, പോഞ്ചിക്കര, അങ്ങനെ മലയാളികൾ ഇങ്ങനെ എപ്പോഴും ഇപ്പോഴും ആഘോഷിക്കുന്ന, ഇനി എന്നും ആഘോഷിക്കുന്ന, ഓർമ്മിക്കുന്ന, ഓർത്ത് ചിരിക്കുന്ന 100 കഥാപാത്രങ്ങളെ ഈ 3-3.5 പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതത്തിൽ ഷാഫി സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഹിറ്റ് മേക്കർ എന്ന ടൈറ്റിലിൽ, അതിനപ്പുറത്തേക്ക് ഹിറ്റിൻ്റെ രസക്കൂട്ട് എല്ലാ കാലത്തും പ്രേക്ഷകൻ്റെ മനസ്സറിയുന്ന, മലയാളി പ്രേക്ഷകരെ ആസ്വാദനത്തിൻ്റെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ എന്താണ് രസക്കൂട്ട് എന്ന് അറിയാവുന്ന ഒരു സംവിധായകൻ എന്ന തരത്തിൽ ഒരു ഷാഫി ചിത്രം എന്ന ആ എൻ ക്രെഡിറ്റ്, അത് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഒരു ഷാഫി ചിത്രം എന്ന എൻ ക്രെഡിറ്റ് സ്മരിക്കപ്പെടും, ഓർമ്മിക്കപ്പെടും. മറക്കാവതല്ല ഷാഫി നമുക്ക് വേണ്ടി ബാക്കി വെച്ചു പോകുന്ന കഥാപാത്രങ്ങളും കഥകളും സിനിമകളും.